തീർച്ചയായും വട്ടിയൂർക്കാവ് പോലീസ് അതിനാടകീയമായാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള കൗൺസിലറെ പിടികൂടിയിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതനാണ് കാപ്പ കേസിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒളിവിലായിരുന്നു. അതിനുശേഷമാണ് ഈ വാഴോട്ടുകോണത്തേക്ക് സുഗതൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ പുറത്ത് വട്ടിയൂർക്കാവ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുന്നത്. അതിനുശേഷം ഈ പ്രതിയെ പിടികൂടാനായി പോലീസിന്റെ ശ്രമം നടക്കുമ്പോൾ മറ്റ് BJP പ്രവർത്തകർ പോലീസിനെ വളഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ സ്വയം രക്ഷ എന്ന രീതിയിൽ ഈ പ്രവർത്തകരിൽ നിന്ന് രക്ഷപ്പെടാനായാണ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചത്. അങ്ങനെ അതിനുശേഷമാണ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രതിയായിട്ടുള്ള സുഗതനെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. BJP അനുയായികളായിട്ടുള്ള ഈ വട്ടിയൂർക്കാവ് കൗൺസിലറായിട്ടുള്ള സുഗതന്റെ അനുയായികളാണ് പിന്നീട് ഈ പോലീസിനെ ആക്രമിക്കാൻ അതുപോലെ തന്നെ പോലീസിനെ വളയാനുമുള്ള ഒരു ശ്രമം നടത്തിയത്. അങ്ങനെ അതിസാഹസികമായി ബലപ്രയോഗത്തിലൂടെയാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. ഈ ഉത്സവപ്പറമ്പിൽ പ്രശ്നമുണ്ടാക്കി ഒരു വ്യക്തിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ സുഗതനെതിരായിട്ടുള്ള കേസ്. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ. അങ്ങനെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചു. 7-ാം തീയതിക്കകം ഈ സുഗതനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവ് പോലീസ് ഈ പ്രതിയെ പിടികൂടാനായി വാഴോട്ടുകോണത്ത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തുകയും ചെയ്തത്. ആ സമയത്താണ് BJP പ്രവർത്തകർ പോലീസിനെ വളഞ്ഞ ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അതിൽ SHO ആയിട്ടുള്ള വിപിനാണ് ആകാശത്തേക്ക് വെടിവെച്ച് ഈ പ്രവർത്തകരെ മറുകയും വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെയാണ് പിടികൂടിയത്. പിടികൂടുന്ന സമയത്ത് BJP പ്രവർത്തകർ വളഞ്ഞു, ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. സുഗതൻ എന്തായാലും അകത്തായിരിക്കുകയാണ്. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.